ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനിഞ്ഞാന്ന് നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി പേച്ചു മഴയായിരുന്നു, നേരം വെളുത്തപ്പോഴാണെങ്കിൽ ചെറിയ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചെറിയ മഴയത്ത് മഴയൊന്നും ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് നമ്മുടെ മൗഗ്ലി മോൻ ഇങ്ങനെ ഓടി നടക്കണ കണ്ടില്ലേ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൽ നിന്നാണെങ്കിൽ ഇഷ്ടംപോലെ ഈയാമ്പാറ്റകൾ ഇങ്ങനെ പറന്നിങ്ങനെ പൊന്താണ് കേട്ടോ, മുളച്ച് പൊന്തുന്ന പോലെ പൊന്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മൗഗ്ലി മോൻ ഓരോന്നിനും അടിച്ച് വീഴ്ത്തിയൊക്കെ പിടിക്കണം. ഒപ്പന കളിക്കുന്ന പോലെയാണ്, രണ്ട് കൈ കൊണ്ടൊക്കെ അങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ പിടിച്ചും കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മൗഗ്ലി മോന് കാലത്ത് തന്നെ എന്തായിരുന്നു, ഈയാമ്പാറ്റ ബിരിയാണി ആയിരുന്നു എന്നും പറഞ്ഞ് ചിഞ്ചുക്ക് ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓടി നടക്കായിരുന്നു. അപ്പുറത്താണെങ്കിൽ റീയും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അടമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ലുപ്പൊക്കെ ഇട്ടും കഴിഞ്ഞ് നമ്മൾ മാങ്ങ വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിലിതാ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് ഊറ്റിയെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് ഉലുവാപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇത്രയും പൊടികൾ എടുത്തും കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ മിക്സ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെറുതെ പൊടികൾ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഊറ്റി വെച്ചിരിക്കുന്നതിൽ ആ ഉപ്പ് വെള്ളം ഉണ്ടല്ലോ, ലേശം ഒഴിച്ച് കൊടുത്തും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. ഒറ്റയടിക്ക് എല്ലാം കൂടി ഒഴിച്ച് കൊടുക്കണ്ട, ഇങ്ങനെ നല്ല പോലെ ചാലിച്ച് എടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ആക്കിയപ്പോൾ ഇത്ര പോരാ, കുറച്ചും കൂടി വേണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ വീണ്ടും ഒഴിച്ച് കൊടുത്തും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഉണ്ടല്ലോ, നമ്മൾ ഇന്നലെ രാത്രി ഇങ്ങനെ ഇട്ട് വെച്ചിരുന്ന ആ മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ചമ്മന്തി ആണെങ്കിൽ കഴിക്കായിരുന്നു എന്നൊക്കെ തോന്നിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചുവപ്പ് പോരാന്ന് തോന്നുന്നവർക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് തന്നെ എനിക്ക് നല്ല കളറായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അടമാങ്ങ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത തന്നെ വന്നത് ഇത്തിരി വൈകിയാണ് കേട്ടോ. ഇതെന്താണ് നേരത്തെ തോന്നാതിരുന്നത് ദാസാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നേരം വെളുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ ഉദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായിട്ട്. അപ്പോൾ അതിന് മുൻപ് രമേശേട്ടൻ എന്നെ കളിയാക്കായിരുന്നു, അടമാങ്ങയൊക്കെ ഈ വെള്ളത്തിൽ ഒഴുകി പോകും എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇതാ ഇന്നായപ്പോഴേക്കും ആ മഴക്കാരും മൂടലും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് നല്ല പോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങ ഇങ്ങനെ ഉപ്പൊക്കെ പിടിച്ച് വേറൊരു ഇത്തിരി വ്യത്യാസത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മുളക് പൊടിയും ഈ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഒക്കെ കൂടി അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് ഇളക്കുമ്പോൾ ദാ ഇങ്ങനെയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പം തന്നെ എടുത്ത് കഴിക്കാനായിട്ട് തോന്നുകയും ചെയ്തു. ഞാൻ ഒരെണ്ണം കഴിക്കുകയും ചെയ്തു കേട്ടോ. മാങ്ങയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാങ്ങ അതുപോലെ പുളിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലേ. അത് എത്ര രാവിലെ ആയാലും രാത്രി ആയാലും കാണുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, വായിൽ വെള്ളം ഊറും. നമ്മൾ അറിയാതെ തന്നെ ഒരു പീസെങ്കിലും എടുത്ത് നമ്മൾ കഴിക്കും. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഇങ്ങനെ ഒന്ന് പിടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഉണക്കാനായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി ഇത് ഉണക്കലാണ് ജോലി, അത് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഓരോ ദിവസം ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ വൈകുന്നേരം വീണ്ടും ഈ വെള്ളത്തിലേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ. അതായത് നമ്മൾ തൈര് മുളക് കൊണ്ടാട്ടമൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ്, എന്നും രാത്രി വീണ്ടും ആ തൈരിൽ തന്നെ ഇട്ട് വയ്ക്കും. അതുപോലെ ഇവിടെ തൈരിന് പകരം ആ ഒരു ഗ്രേവിയിൽ നമ്മൾ വീണ്ടും വൈകുന്നേരങ്ങളിൽ ഇട്ട് വയ്ക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുവിധം വെയിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണങ്ങിയിട്ട് ഇതുപോലൊരു രൂപത്തിലായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്ര ദിവസം ഉണക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അതേ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണ്ടോയെന്ന് അറിയാൻ മൗഗ്ലി മുതലാളി ഇതിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു 5-10 ദിവസമോ അങ്ങനെ എത്രയോ ദിവസം നമ്മൾ ഉണക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഉണക്കി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊരു വർഷമോ 1-2 വർഷമൊക്കെ കേടുകൂടാതെ ഇരിക്കും എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ നമുക്കത് നേരിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതായത് നമ്മളത് ചോറിലൊരു മാങ്ങ കഷ്ണം ഇട്ടും കഴിഞ്ഞിട്ട് കഴിക്കുക അങ്ങനെയൊന്നും അല്ല കേട്ടോ. അത് കഴിക്കുന്നതിനും ഉണ്ട് പ്രത്യേകത. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും നമ്മൾ കുറച്ച് പച്ചമോരോ അല്ലെങ്കിൽ തൈരോ എടുത്തിട്ട് അതിൽ ഈ മാങ്ങ കഷ്ണം ഇട്ട് വെക്കണം കേട്ടോ. അങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴാണോ കഴിക്കേണ്ടത് എന്നിട്ട് അത് എടുത്തും കഴിഞ്ഞിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 1-2 ദിവസത്തെ വിശേഷങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്കയൊക്കെ മോശമായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കിളുന്ത് ചക്ക അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് ഉപ്പേരി വെക്കുകയാണ്.
കിളുന്ത് ചക്ക ഉപ്പേരി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തായാലും നാളികേരം ചേർക്കണം. അപ്പോൾ അതും ആ ഒരു നൈസായിട്ടുള്ള ചോളയൊക്കെ കൂടെ അങ്ങോട്ട് മിക്സ് ആവും കേട്ടോ. അതുകൊണ്ടാണ് നാളികേരം കൂടി ചേർക്കുന്നത്. ഇതിൻ്റെ കുരുവൊക്കെ വളരെ സ്മൂത്താണ്, അരിഞ്ഞ് അങ്ങോട്ട് വീഴ്ത്തി ഇട്ടേക്കാണ്. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് ചായയും അതുപോലെ ഇതും കൂടിയൊക്കെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു വെഡ്ഡിങ് റിസപ്ഷന് പോയിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, എടുത്ത വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അതുപോലെ തറവാട്ടിൽ നിന്ന് ചേട്ടനും ഭാര്യയും മക്കളും എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ വരൻ നമ്മുടെ ബന്ധുവാണ്, വധു ആണെങ്കിൽ പഞ്ചാബി വധുവും കൂടിയായിരുന്നു കേട്ടോ. ആ ഫോട്ടോസും വീഡിയോസൊക്കെ പോയതിൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ അല്ലെങ്കിൽ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കയറി നോക്കിക്കോളൂ. പിന്നെ കാണിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങളാണ്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ നിക്കുമോനെ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ നിക്കുമോൻ ഇവിടെ കിച്ചണിൻ്റെ വാതുക്കെ വന്നും കഴിഞ്ഞിട്ട് കൊക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പിടി അരി അവന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവൻ അരി ഇങ്ങനെ കൊത്തിപ്പറക്കി തിന്നുകയും കൂവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവനെ ശരിക്ക് കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആ സൈക്കിളിൽ ഇരുന്നും കഴിഞ്ഞ് കൊട്ടയിൽ ഇരുന്നും കഴിഞ്ഞ് മൗഗ്ലി മോൻ ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. അതുമാത്രമല്ല 2-3 ദിവസമായല്ലോ പൈപ്പിൽ വെള്ളം വന്നിട്ട്. അപ്പോൾ ഇന്ന് വരുമോ എന്നുള്ളതും കൂടി അവനറിയാം. അവനാണ് കേട്ടോ ആദ്യം കാണിച്ചു തരാം ഈ പൈപ്പിലൊക്കെ വെള്ളം കയറുന്നത്. കാരണം ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവനിങ്ങനെ വന്ന് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളും അത് ശ്രദ്ധിക്കും. പിന്നെ ഉണ്ടല്ലോ മഴ കിട്ടിയ പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ കുറച്ച് പച്ചപ്പൊക്കെ ആയിട്ട് ടൈലിനൊക്കെ കുറച്ച് കളറ് വെച്ച പോലെയും തോന്നുന്നുണ്ട്. താമരയിലാണെങ്കിൽ 3 മുട്ട ഉണ്ടായിരുന്നു. ഒരെണ്ണം വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എപ്പോൾ കണ്ടാലും നമ്മൾ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ നോക്കി മുഴുകി പോവാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ മഴ പെയ്തത് കൊണ്ട് തന്നെ ഈ പോട്ട് നിറയെ വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് വിത്താണെന്ന് തോന്നേട്ടാ, ഇങ്ങനെ ബ്ലാക്ക് ഇതിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇപ്രാവശ്യം വാങ്ങി ഉഴുന്ന് വളരെ നല്ലതാണ്, കുറച്ചിട്ടാൽ തന്നെ വല്ലാണ്ട് വീർക്കും. അതുകൊണ്ട് പഞ്ഞി പോലെയുള്ള ദോശകളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് പച്ചമുളകല്ല ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കളർ അങ്ങനെയായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും രമേശേണ്ണുള്ളത് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. മക്കൾ എണീറ്റ് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത്ര അവർ ഉണ്ടാക്കിയെടുത്തോളും. അപ്പോൾ രാവിലത്തെ പരിപാടികൾ ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. ഇനി നമുക്ക് കറി വെക്കണം. അപ്പോൾ നമ്മുടെ കൊപ്പക്കായ മരത്തിൽ നിന്ന് ഒരു കൊപ്പക്കായൊക്കെ കുത്തിയിട്ടിട്ടുണ്ട്. അതും പയറും കൂടിയിട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ ഇനി എന്തെങ്കിലും തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലികളും തീരും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്ന് നമ്മളിതാ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ വന്നത് ഭാഗ്യമായി. കാരണം വെള്ളമൊക്കെ വറ്റി പയറൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ അതിലേക്ക് കൊപ്പക്കായ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അരിഞ്ഞ് തന്നത് രമേശേട്ടനാണ് കേട്ടോ. കാരണം എന്താണെന്ന് അറിയില്ല, അതിൻ്റെ പശ കൈകളിലൊക്കെ കൊള്ളുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ചെത്തുമ്പോൾ ഉണ്ടാവുന്ന ആ പശ കൈവിരലിലും കൈമയൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചലും മാന്തലും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രമേശേട്ടനാണ് അതൊക്കെ അരിഞ്ഞ് തന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും 2 വിസിലടുപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് നാളികേരം, അതിൽ ജീരകവും പിന്നെ നമ്മുടെ ചുവന്നുള്ളിയും ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നല്ല പോലെ നമുക്കൊന്ന് അരച്ചെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അതങ്ങോട്ട് ചേർക്കാമല്ലോ. അങ്ങനത്തെ ആ അരപ്പൊക്കെ ചേർത്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് കറി. അപ്പോൾ നമുക്ക് അത് കാച്ചി ഒഴിക്കാം കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ചും കഴിഞ്ഞിട്ടാണ് നമ്മൾ കാച്ചി ഒഴിക്കുന്നത്. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് കാച്ചി ഒഴിച്ചിട്ട് നമുക്ക് ഈ കുക്കറിൽ നിന്ന് മറ്റൊരു കലത്തിലേക്ക് അങ്ങോട്ട് ഈ കറി പകർത്തി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ കുക്കറും അതുപോലെ അതിൻ്റെ മൂടികയും ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി അങ്ങോട്ട് എടുത്ത് വെക്കാമല്ലോ. അല്ലെങ്കിൽ ഇതാകെ ഉണങ്ങി പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഒരു മൺകലത്തിലേക്ക് പകർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെയുണ്ടല്ലോ നമ്മളിവിടെ 10 മണി ചെടികളൊക്കെ ഈ ഗ്രോ ബാഗുകളിൽ ഇങ്ങനെ ഞാൻ കുത്തി കൊടുത്തിരുന്നു കേട്ടോ. മഴ പെയ്തതല്ലേ പിടിക്കുമെന്ന് അറിയണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തോട്ടമുടമയായിട്ട് നമ്മുടെ നിക്കുമോൻ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കോഴിമക്കൾ ബാക്കിയുള്ളവരൊക്കെ കൂട്ടിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും വലിയൊരു ചൂടിന് നല്ലൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് ഈ മഴയൊക്കെ പെയ്തത് കൊണ്ട് തന്നെ. ആ മുൻപത്തെ ചൂടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മൗഗ്ലിമോൻ ഈ ചെടിച്ചട്ടിയിലെ വെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തൊരു ദാഹം, എങ്ങനെ ദാഹിക്കാതിരിക്കും. ഒരു ദോശയുടെ പകുതി അവൻ
അവൻ തിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ദാഹം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ദാ നല്ല പോലെ വെള്ളമൊക്കെ കുടിച്ച് സുഖമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചെടികളൊക്കെ ഇവിടെ വെച്ചപ്പോൾ ആ മഴയും കൂടി കിട്ടിയപ്പോൾ നല്ല ഉഷാറായിട്ട് പൊടിച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല പോലെ മഴവെള്ളമൊക്കെ കുടിച്ചത് കൊണ്ടായിരിക്കും തോന്നുന്നത് നമ്മുടെ ഇരുമ്പമ്പുളി മരത്തിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് വീണ്ടും ഇരുമ്പമ്പുളിയൊക്കെ ഉണ്ടായിരിക്കും. കണ്ട ആ തടിയിൽ തന്നെ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് മാത്രമല്ല മഴ കിട്ടിയപ്പോൾ എല്ലാ ചെടികൾക്കും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.